മധ്യകേരളത്തിലും ഇടത് സ്ഥാനാർത്ഥികളുടെ പ്രചാരണം ആവേശത്തോടുകൂടി തന്നെ പുരോഗമിക്കുകയാണ്. വ്യക്തിപരമായ സൗഹൃദങ്ങൾ പുതുക്കൽ മുതൽ റോഡ് ഷോ വരെയുള്ള പരിപാടികളുമായി തുടക്കത്തിൽ തന്നെ സ്ഥാനാർത്ഥികൾ മണ്ഡലങ്ങളിൽ സജീവമായി കഴിഞ്ഞു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ സി രവീന്ദ്രനാഥ് കയ്പമംഗലം മണ്ഡലത്തിലായിരുന്നു ഇന്നത്തെ പ്രചരണം. രാവിലെ 8 മണിയോടെ ചന്ദ്രാപിന്നിയിലെത്തിയ സ്ഥാനാർത്ഥിയെ പ്രവർത്തകർ ആവേശത്തോടെ വരവേറ്റു. പുളിഞ്ചോട്, എടത്തിരുത്തി, കയ്പമംഗലം, കാളമുറി, മൂന്നുപീടിക അങ്ങനെ വിവിധയിടങ്ങൾ സന്ദർശിച്ച ശേഷം കൊടുങ്ങല്ലൂരിലും പ്രവർത്തകർക്ക് വലിയ ആവേശം. കവലകളിലെത്തി പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനായിരുന്നു ശ്രമം. ഇടുക്കിയിലെ ഇടതു സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് രാവിലെ തന്നെ കോതമംഗലത്തെത്തി. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് പരിസരത്ത് LDFിൻ്റെ നേതൃത്വത്തിൽ സ്ഥാനാർത്ഥിക്ക് വൻ വരവേൽപ്പ്. ഇടതു നേതാക്കളായ S. സതീഷ്, ആന്റണി ജോൺ MLA തുടങ്ങിയവർക്കൊപ്പം പരമാവധി വോട്ടർമാരെ കാണാനായിരുന്നു ശ്രമം. ആലപ്പുഴയിൽ AM ആരിഫ് MP തെരഞ്ഞെടുപ്പ് പ്രചരണവും പുരോഗമിക്കുകയാണ്. സ്വകാര്യ സന്ദർശനങ്ങളുടെ തിരക്കിലായിരുന്നു ഇന്ന് സ്ഥാനാർത്ഥി. പള്ളുരുത്തിയിൽ നിന്നാണ് എറണാകുളം മണ്ഡലത്തിലെ ഇടതു സ്ഥാനാർത്ഥി KJ ഷൈൻ ടീച്ചർ 4ാം ദിന പ്രചരണം ആരംഭിച്ചത്. ഉച്ചയ്ക്ക് ശേഷം തൃപ്പൂണിത്തുറ കേന്ദ്രീകരിച്ചായിരുന്നു പ്രചരണം. പുതുമുഖമാണെങ്കിലും ഇതിനകം മണ്ഡലത്തിൽ സുപരിചിതയായതിൻ്റെ ആത്മവിശ്വാസം സ്ഥാനാർത്ഥിയുടെ മുഖത്ത്. VS സുനിൽകുമാറിൻ്റെ പര്യടനം രാവിലെ നാട്ടിക നിയോജക മണ്ഡലത്തിലായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇരിങ്ങാലക്കുടയിലും. മുൻ MP അന്തരിച്ച ഇന്നസെൻറ്റിൻ്റെ വീട്ടിൽ ഉച്ചഭക്ഷണം. തുടർന്ന് ഇരിങ്ങാലക്കുടയിൽ വോട്ടർമാരെ കാണാനിറങ്ങി. മാവേലിക്കരയിലെ ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് CA അരുൺകുമാർ ചക്കുവള്ളിയിലായിരുന്നു ഇന്നത്തെ പ്രചരണം. കോവൂർ കുഞ്ഞുമോൻ MLAയും പ്രചരണത്തിൻ്റെ സ്ഥാനാർത്ഥിക്കൊപ്പം കൂടി. ഒപ്പം നൂറുകണക്കിന് പ്രവർത്തകരും. പതിവ് രീതിയിൽ ഔദ്യോഗിക പരിപാടികളുടെ തിരക്കിലായിരുന്നു കോട്ടയത്ത് സിറ്റിംഗ് MP കൂടിയായ തോമസ് ചാഴിക്കാടൻ. പാലാ ഇടമറ്റത്ത് ലൈഫ് ഭവന പദ്ധതി പ്രകാരം പണി പൂർത്തിയാക്കിയ 45 വീടുകളുടെ താക്കോൽദാനം രാവിലെ നിർവഹിച്ചു. കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയ പ്രവർത്തനങ്ങളുടെ വികസന രേഖ കോട്ടയം പ്രസ് ക്ലബ്ബിൽ പ്രകാശനം ചെയ്തു. കൈരളി ന്യൂസ്, കൊച്ചി.